ബസിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി അറസ്റ്റിലായ സവാദിനിടെ നടിയും മോഡലും മസ്താനി എന്ന നന്ദിത ശങ്കര. തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുന്ന സവാദിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മസ്താനിയുടെ പ്രതികരണം. സവാദ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നും അമ്മമാരും പെൺകുട്ടികളും സൂക്ഷിക്കണമെന്നാണ് മസ്താനി പറയുന്നത്. പരാജയപ്പെട്ടൊരു സംവിധാനം ഇങ്ങനെയായിരിക്കും. അറിയപ്പെടുന്ന ഒരു ലൈംഗിക അതിക്രമി, കുറ്റാരോപിതൻ സ്വതന്ത്രനായി നടക്കുകയാണ്. വീണ്ടും ബസ് കയറി കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്ന ആ യുവാവിനെ ഞാൻ വീണ്ടും ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണോ? അല്ല. ഞാൻ അതിനുശേഷം ബസ്സിൽ കയറിയിട്ടില്ല. ബസ് എനിക്ക് ട്രോമയാണ്. 2 പെൺകുട്ടികൾ പരാതിപ്പെട്ട ഇത്രയും വൈറലായ സീനുണ്ടാക്കി. എന്നിട്ടും അവനല്ലേ ട്രോമ? അതെനിക്കെന്നും ബാധകമല്ലേ? അന്തസ്സായി വീണ്ടും ബസ് കയറി ഇറങ്ങി നടക്കുന്നു എന്നും മസ്താനി പറഞ്ഞു. തൃശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാണുന്നതെന്ന് എൻ്റെ അടുത്ത് കുറേ പേർ പറഞ്ഞു. തൃശൂർ ബസ് കയറാൻ പോകുന്ന കുട്ടികളും അമ്മമാരും സൂക്ഷിക്കുക. മാസ്ക് വെച്ചാണ് നടക്കുന്നത്. കണ്ടാൽ അവനെ തിരിച്ചറിയണം. സേഫായിരിക്കണം. വീഡിയോ അയച്ചു തന്നവർ എന്നോട് പറഞ്ഞു, ഒരു ബസ്സിൽ നിന്നിറങ്ങി അടുത്ത ബസ്സിലേക്ക് കയറിയപ്പോഴാണ് അവൻ ഈ വീഡിയോ എടുത്തതെന്ന്. പിന്നാലെ കയറി ബഹളം വെച്ചു എന്നും മസ്താനി പറയുന്നു. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ നിന്നെ വെറുതെ വിടില്ലെന്ന് സവാദേ. നീ ജയിലിലായാൽ പോരാ, നീ ചാകണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. നീ ഇറങ്ങ്, നിന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ച് തല്ലിക്കൊല്ലും എന്നും മസ്താനി സ്റ്റോറിയുമായി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. മസ്താനിയുടെ പോസ്റ്റിന് കമന്റിലൂടെ മറുപടി നൽകി സവാദും എത്തിരി. ഇടയ്ക്ക് റീച്ച് കുറയുമ്പോൾ കണ്ടന്റ് ഇല്ലാതാക്കുമ്പോൾ നിനക്ക് എൻ്റെ ചോര തന്നെ കുടിക്കണം. അല്ലാതെ നിനക്കെന്ത്? എന്നെ ചീറ്റ് ചെയ്തിട്ട് എന്നെക്കാളും കൂടുതൽ തെറികേട്ട് വിളികേട്ട് നീ സ്വാഭാവികമായും ജയിക്കാൻ എന്ന് തോന്നിവാസം കാണിക്കും. അതൊക്കെ നീ ചെയ്ത്. പക്ഷെ നീ വീണ്ടും വെളുപ്പിക്കാൻ വേണ്ടി കളയണ്ട കളിയൊക്കെ കളി. എല്ലാം നഷ്ടമായാലും നിന്റെ ഇതുപോലത്തെ പോസ്റ്റുകൾ ചിന്തിക്കുന്നത് ചിലർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി തുടങ്ങി. നീ കളിക്ക് ഒടുക്കലത്തെ കളി എന്നായിരുന്നു സവാദിന്റെ മറുപടി.